മത്സ്യത്തിന് ഞങ്ങളൊന്നൊരു ബോട്ട് പോയി വന്നിട്ട് 30,000 രൂപ കടാണ് 5 ദിവസം വെച്ച് തന്നിട്ട്. ഇനി ബോട്ട് പോകില്ല. ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും മീനിൻ്റെ ചായയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ. അതുകൂടാണ്ട് നമുക്ക് മറ്റേ സംസ്ഥാനത്തമായിട്ടുള്ള ഒരു ആനുകൂല്യം ഇവിടുന്ന് കിട്ടലില്ല ഗവൺമെൻറ്റിൽ നിന്ന്. ഇവിടെ എല്ലാ സംസ്ഥാനത്തെക്കാട്ടി 7 രൂപ 8 രൂപ ഡീസലിന് വിലക്കയറ്റം കൂടുതലും. അതുകൂടാണ്ട് ഒരു ബോട്ടിന് ഒരു സീസൺ തീരുമ്പോൾ മറ്റുള്ള സംസ്ഥാനത്തെ സബ്സിഡി ആയിട്ട് നല്ലൊരു പൈസ കിട്ടും. അതൊന്നും ഇവിടെ കിട്ടില്ല. ബോട്ടും പ്രസ്ഥാനമല്ലോ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാണ്, കഴിയില്ല. ഒരുപാട് അതോടനുബന്ധിച്ച് ഒരുപാട് തൊഴിലാളികൾ വേറെയുണ്ട്. ഐസാർ, ഓട്ടോറിക്ഷക്കാർ, കച്ചവടക്കാർ എല്ലാവരും ബ്ലോക്കായി കിടക്കണം. ഇവിടുത്തെ ഇതിൻ്റെ അവസ്ഥ അത്രയും മോശം. ഗവൺമെൻറ് ഇതിന് നമ്മളെ മത്സ്യത്തൊഴിൽ മേഖലയിൽ തീരെ ശ്രദ്ധ ഇല്ല. ഒരാളും ഒരു മന്ത്രി പോലും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കില്ല. കാരണം എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത്. നമുക്കിപ്പോൾ റേഷൻ അരി തരേണ്ടതാണ് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന്. തോതിലതിന് ഇപ്പോൾ എല്ലാ വീട്ടിലും ഭാര്യമാർ കിട്ടിയ പണിയും ജോലിയെല്ലാം ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും ചെറിയ തൊഴിലെടുത്തിട്ട് തൊഴിലില്ല കേക്കൻ മേഖലയിലും. നമ്മളെ മത്സ്യത്തൊഴിലാളികളുടെ സ്ത്രീകൾക്കൊന്നും ആര് ജോലി കൊടുക്കാൻ? അതിൻ്റെ പേരിൽ എല്ലാം അപകട നിലയിലാണ് പോകുന്നത്. അടുത്ത കാലത്തൊന്നും ഉണ്ടായില്ല. കടപ്പുറം വളരെ മോശമാണ്. വലിയ ബോട്ടുകാരൊന്നും പണിക്ക് പോകില്ല. മൊത്തത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായില്ല. വളരെ വറുതിയിലേക്കാണ് പോകുന്നത്. ബാങ്ക് ലോണൊന്നും അടക്കാണ്ട് ബോട്ടുകാരെല്ലാം വളരെ കഷ്ടത്തിലാണ്. എന്തെങ്കിലും വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പണിക്ക് പോവാണ് ബോട്ടുകാർ. കുറേയൊക്കെ കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോൾ കടലിൽ ആകെ 3-4 10-12 ബോട്ടേ ഉണ്ടാവുള്ളൂ. ഇവിടെ 100 ബോട്ടിനടുത്ത് വലിയ ബോട്ടുകൾ ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് പണിക്കൊന്നും പോകാണ്ട്. ഒരു രക്ഷയില്ല. കച്ചവടം ചെയ്തിട്ടെങ്കിൽ ഇതുവരെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല. അധിക ദിവസം ബാക്കിയാണ്. ഇത് തന്നെ ഇപ്പോൾ കട പൂട്ടി പോകേണ്ട സമയം കഴിഞ്ഞ് ഇപ്പോൾ സാധനം ഇങ്ങനെ ബാക്കിയാണ്. ഇങ്ങനെ ആദ്യം വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തോണിക്കായിരിക്കും ഒന്നുമില്ല. ബോട്ടുകാരുടെ സ്ഥിതിയാണ് ഇങ്ങനെ പോയാൽ എവിടെ എത്തൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. എൻ്റെ പേര് സച്ചി. ഞങ്ങൾ അച്ഛൻ പൂർവികന്മാർ താമസിച്ച നാടാണിത്. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് മത്സ്യത്തൊഴിലാളികളാണ്. കാലക്രമേണ മത്സ്യം പിടിച്ച് ജീവിക്കുന്ന ഞങ്ങൾ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. ബോട്ടുകാരും വള്ളക്കാരൊന്നും പോകാറില്ല. കടലിൽ മത്സ്യങ്ങളില്ല. പറയുന്നത് അമിത ചൂഷണമാണ് ഇതിൻ്റെ കാരണം എന്നാണ് അവർ പറയുന്നത്. അതിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങളാകെ വിഷമിച്ചിരിക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ ബാങ്ക് ലോണെല്ലാം ഒരുപാടുണ്ട്. ബോട്ടുകാരുടെ കാര്യം, വീട്ടിൽ കറണ്ട് വരെ ഫീസടച്ച് കട്ട് ചെയ്തിരിക്കുക, കാശടക്കാൻ കയറ്റാത്ത. വിദ്യാഭ്യാസത്തിന് കുട്ടികളെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഒന്നും ഒരു രക്ഷയില്ല. ഈ അവസ്ഥയിലേക്ക് ഞങ്ങൾ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം എന്നുള്ളത് ഇവിടുത്തെ മേലധികാരികളെ ധരിപ്പിക്കുകയോ പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഞങ്ങളുടെ ജീവിക്കാനേ പറ്റാത്ത ആത്മഹത്യൻ്റെ വക്കിലാണ് ഇപ്പം തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ എല്ലാ ആളുകളും ഈ അവസ്ഥയിൽ നിന്ന് യാതൊരു രക്ഷയും കാണുന്നില്ല. മത്സ്യ ദൗർബല്യം തന്നെ. മത്സ്യം ഇല്ലാഞ്ഞിട്ട് അമിത ചൂഷണമാണ് ഇതിൻ്റെ കാരണം. അത് നിയന്ത്രണ വിധേയമാക്കാതെ യാതൊരു രക്ഷയില്ല. അത് ഈ ജനങ്ങൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യാനും പറ്റില്ല.
നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നിയമത്തിൻ്റെ വ്യവസ്ഥയെ കൊണ്ടുവന്നിട്ട് അതിനെ തടയിടാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതിനനുസരിച്ച് കടലിലും അവർ സംവിധാനങ്ങൾ സൃഷ്ടിക്കണം സർക്കാർ. അപ്പോൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ.